അനോറെക്സിയ നെർവോസ എന്ന് പറയുന്നത് ഒരു സൈക്കാട്രിക് അസുഖമാണ്. ഈ പേഷ്യൻസിൽ നല്ലോണം പേടി കാരണം അവർ ഭയങ്കര സിവിയറായിട്ട് ഫുഡ് ഇൻടേക്ക് കുറയ്ക്കുന്നു. അവർക്ക് ഒന്നെങ്കിലും അവരുടെ ബോഡി ഇമേജ് വെച്ചിട്ട് ഭയങ്കര പേടി ഉണ്ടാവും, അല്ലെങ്കിൽ അവർ വണ്ണം വെക്കോ, ആരെങ്കിലും അവരെ കളിയാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടും തിൻ ആൾക്കാർ മാത്രമാണ് ഭംഗിയുള്ളവർ, തിന്നായാൽ മാത്രമായിരിക്കും സക്സസ്, അങ്ങനത്തെ കുറേ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം ഇവർക്ക് തന്നെ മനസ്സിലൊരു അവർ ഇൻഗ്രെയിൻ ചെയ്തിരിക്കുന്നു ദാറ്റ് എന്ത് വന്നാലും ഞാൻ തടിക്കാൻ പാടില്ല. അപ്പോൾ അവരത് ഉള്ളിൽ ഉൾക്കൊണ്ടിട്ട് അവർക്കത് ആ ഒരു ഇൻസൈറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നു. എന്നിട്ട് അവർ നല്ലോണം ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. മീൻസ് പല മീൽസും അവർ അവോയ്ഡ് ചെയ്യുന്നു. ഫാമിലിയുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും അവർ മീൽസ് ഒളിപ്പിച്ചിട്ട് വെക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആവും. ആൻഡ് അവർ കാണും അവർ നല്ലോണം മെലിഞ്ഞിരിക്കുകയാണെന്ന്. അവരുടെ ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ പറയും, ഇയാൾ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട്, നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ ദെയർ മൈൻഡ് ദേ ഓൾവേസ് ലുക്ക് ഫാറ്റ്. സോ ആ ഒരു പേടി കാരണം അവർ ഭയങ്കര ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു കണ്ടീഷനാണ് അനോറെക്സിയ നെർവോസ. തീർച്ചയായും. അതുമാത്രമല്ല ഡോക്ടർ, അതായത് സാധാരണ രീതിയിൽ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്തെങ്കിലും അസുഖമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, അതല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണമുള്ളവർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇത്തരം ആളുകൾ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഒരു ഡോക്ടർ ആവരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതല്ലേ? സോ നമ്മൾ ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ എന്തെങ്കിലും ഓൾറെഡി ഒരു അസുഖമുണ്ട്, അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിൻ്റെയും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനെ വെച്ചിട്ട് തന്നെയാണ് ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യേണ്ടത്. എന്തെന്ന് വെച്ചാൽ അസുഖം ലൈക്ക് ഹൈപ്പോതൈറോയിഡിസം, പിന്നെ ഡയബറ്റീസ്, പിന്നെ ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ ഓൾറെഡി ആൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ട്, ഇതൊക്കെ ഡോക്ടേഴ്സിന് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ എത്രത്തോളം സിവിയറിറ്റി ബോഡിയിൽ ഉണ്ടെന്ന് അറിയാവുന്നതാണ്. അത് ബേസ് ചെയ്തിട്ട് അവർക്കൊരു ഡയറ്റ് പ്ലാൻ ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബട്ട് എല്ലാ കേസിലും നമ്മൾ ഒരു ഡോക്ടറിൻ്റെയോ ഒരു പ്രൊഫഷണലിൻ്റെയോ ഹെൽപ്പ് വേണമെന്നില്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സയൻറ്റിഫിക് ടെമ്പറമെൻറ്റിലെ ആളാണ്, അത്യാവശ്യം സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് വായിക്കാൻ പറ്റുന്നുണ്ട്, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഫുഡ് സയൻസസിനെ കുറിച്ചിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് ഫുഡിലെ മാക്രോ ന്യൂട്രിയൻസ്, എന്താണ് ഫുഡിലെ മൈക്രോ ന്യൂട്രിയൻസ്, എൻ്റെ ബോഡി എന്താണ്, എൻ്റെ ബോഡീൻ്റെ ആവശ്യങ്ങൾ എന്താണ്, എൻ്റെ കാലോറിക് റിക്വയർമെൻറ്റ്സ് എന്താണ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി ഒരു സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ അവരുടെ ഡയറ്റ് സ്വന്തം പ്ലാൻ ചെയ്യാനും പറ്റും. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് എ ടൈലേർഡ് അപ്രോച്ച്. ഒരാളിപ്പോൾ മാഡമിന് ചെയ്യുന്ന ഡയറ്റ് മേ ബി എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റിൽ കാണിക്കുന്ന ഒരു ഡയറ്റ് കാണുന്നവർക്ക് അത് ഫോളോ ചെയ്താൽ ആ റിസൾട്ട്സ് ഉണ്ടാവണമെന്നില്ല, മറിച്ച് അതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് വരാതിരിക്കും എന്നും പറയാൻ പറ്റില്ല. സോ ഓരോ ആൾക്കും ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ടൈലേർഡ് അപ്രോച്ച്.